ജില്ലയിലെ കൊഴുവനാട് പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഡോക്ടറെ, ഈ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇത് കൊഴുവനാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ പൂർണ്ണ സഹകരണം ഉണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതി നടക്കുന്നത്. ഇതിന് കാരുണ്യ സ്പർശം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ കീഴില് കൊഴുവനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ കിടപ്പ് രോഗികളെയും BPL APL ഒന്നും നോക്കാതെ, വരുമാനം പദ്ധതി ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാ കിടപ്പ് രോഗികളെയും ദീർഘകാല രോഗത്താൽ വിഷമിക്കുന്ന, മാനസികമായും ശാരീരികമായും വിഷമിക്കുന്ന, ക്യാൻസർ പോലെയുള്ള രോഗത്താൽ വിഷമിക്കുന്ന എല്ലാ രോഗികളെയും ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ ഇതിന്റെ ആയുർവേദ വിഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ? ഞങ്ങൾക്ക് ഇവിടെ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, പല ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അസുഖങ്ങളുള്ളവരാണ്. അവർക്കൊരു രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൊതുവേ ചില അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ആ അസുഖങ്ങൾക്ക് ചിലർക്ക് അലോപ്പതി മരുന്നായിരിക്കും കൂടുതൽ ഉത്തമമായിട്ട് വരുന്നത്. ചിലർക്ക് അലോപ്പതി മരുന്ന് സ്യൂട്ട് ആവാത്തവരുണ്ട്, അത് പറ്റില്ലാത്തവരുണ്ട്. പിന്നെ ചിലതിന് അലോപ്പതിക്ക് പകരം ഇതേ ഉള്ളൂ, ആയുർവേദ മരുന്നേ ചില കണ്ടീഷൻസ് ഉള്ളൂ. ഇങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത്. അപ്പം അത്തരം രോഗികളെ നമ്മൾ അസസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട മരുന്നുകൾ വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് നൽകുന്നുണ്ട്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം അതിന് അനുവദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ടല്ലോ, അത് ഇവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് സഹായങ്ങൾ തന്നിട്ടുണ്ട്. വാട്ടർ ബട്ട് മറ്റേത് ഇതെല്ലാം വരികയും അന്വേഷിക്കുകയും ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ഈ സംഘടന വഴിയല്ലാതെ യാതൊരു 5 പൈസ കൊടുത്ത് എനിക്ക് മേടെ വരെ പോകുന്നത് ഒരു വണ്ടിക്കൂലിയേ ഉള്ളൂ ചിലവ്. ബാക്കിയൊക്കെ പഞ്ചായത്ത് തന്നെ തരും. എല്ലാം പഞ്ചായത്തിൻ്റെ. അമ്മയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ എന്നും വന്ന് ഡ്രസ്സ് ചെയ്യും. മരുന്ന്, ഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എല്ലാ മാസവും വന്ന് ഷുഗറും പ്രഷറും നോക്കും. വാട്ടർ ബെഡ് കിട്ടി. അങ്ങനെ എല്ലാ സഹായവും അമ്മയ്ക്ക് ഞങ്ങളുണ്ട്. കൊഴുവനാട് പഞ്ചായത്തിന്റെ ഈ കാരുണ്യസ്പർശം ലോകത്തിന് തന്നെ. കൊഴുവനാടിന്റെ കാരുണ്യസ്പർശത്തിൽ നിന്ന് ജൂറിയിലേക്ക്. എല്ലാവർക്കും വീട്, എല്ലാ വീട്ടിലും കക്കൂസ്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാ വീട്ടിലും വൈദ്യുതി. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം അല്ലേ? നിങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. ഇത്ര എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമാണ് വേണ്ടത്. നല്ലൊരു സംരംഭമാണ് ഇത്. എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇവർക്ക് വേണ്ട കെയർ കൊടുക്കുകയാണോ? ഹോം നഴ്സസിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ടോ? ഒന്ന് സ്വല്പം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇതിലേക്ക് വേണ്ടി 4 വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന്, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ. അതിനകത്ത് PHCയുമായി ബന്ധപ്പെട്ടുള്ള നേഴ്സുമാരുണ്ട്. പഞ്ചായത്ത് പ്രദേശത്തെ ആശുപത്രികളെല്ലാം ഞങ്ങൾക്ക് ഓരോ നേഴ്സുമാരെ ഈ പ്രോജക്റ്റിന് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. കൂടാതെ നേഴ്സുമാരായിട്ടുള്ളവരിൽ വിദേശത്തൊക്കെ ജോലി ചെയ്തതിന് ശേഷം തിരികെ വീട്ടിൽ വന്ന് ഇപ്പം ജോലി ചെയ്യുന്നില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ 12 നേഴ്സുമാരെ, ഒരു വാർഡിന് ഒരു നേഴ്സിനെ വീതം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ രോഗികളിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓണ്ട് ഒക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും നേഴ്സിംഗ് ശുശ്രൂഷ വേണ്ടവരുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് എല്ലാ ദിവസവും നേഴ്സിംഗ് ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ട്യൂബുകൾ, കത്തീറ്റർ ഉൾപ്പെടെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്, ഞങ്ങളുടെ ഒരു വാർഡിൽ ഒരു രോഗി കത്തീറ്റർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു രോഗത്തിന് പോയി ചികിത്സിച്ചു, കത്തീറ്റർ ഇടേണ്ടതായിട്ട് വന്നു. 6 മാസം കഴിഞ്ഞിട്ടും ആ കത്തീറ്റർ മാറ്റുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കുടുംബനാഥനാണ് കിടപ്പിലായത്. ഒരു മകൻ കൂലിവേലക്കാരനാണ്. വീട് റോഡിൽ സൗകര്യമില്ലാത്തടത്താണുള്ളത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കത്തീറ്റർ മാറ്റണമെങ്കിൽ 1 ആംബുലൻസ് വേണം, 2 പല ആളുകൾ കൂടി റോഡിൽ എത്തിച്ചു വേണം ആംബുലൻസിൽ കയറ്റുവാൻ. അപ്പം അതിന് ആംബുലൻസിന് വാഹനക്കൂലി വേണം, പല ആളുകളെ സംഘടിപ്പിക്കണം, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചെലവ് വേണം. ഈ പണമില്ലാത്തത് കൊണ്ട് 6 മാസമായിട്ട് കത്തീറ്റർ മാറ്റുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചില്ല. ഈ പദ്ധതി പ്രകാരം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ വീടുകളിലും കത്തീറ്റർ ഏതൊക്കെ വീടുകളിൽ ഏതൊക്കെ രോഗികൾക്ക് ആവശ്യമുണ്ടോ അത് കൃത്യമായും മാസത്തിൽ ഒരിക്കൽ സൗജന്യമായി അവരുടെ വീടുകളിൽ ചെന്ന് കത്തീറ്റർ മാറ്റി കൊടുക്കുന്നു. ഈ രോഗികളിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ടുള്ള കിടപ്പ് കൊണ്ട്
വാട്ടർ ബെഡിൽ കിടക്കേണ്ട രോഗികളായിരുന്നു പല ആളുകളും. പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ബെഡ് വാങ്ങിക്കുവാനും വീൽ ചെയർ വാങ്ങിക്കുക എന്നുള്ളതൊക്കെ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ഞങ്ങൾ കണ്ടെത്തിയ രോഗികളിൽ വാട്ടർ ബെഡും വീൽ ചെയറും എത്ര പേർക്കാണോ ആവശ്യമുണ്ടായിരുന്നത് മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വാട്ടർ ബെഡും വീൽ ചെയറും ഞങ്ങൾ നൽകുകയുണ്ടായി. കൂടാതെ ഈ പദ്ധതിക്ക് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കുന്ന കാര്യം, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രദേശത്ത് 100ഓളം ആളുകൾ ഈ പദ്ധതിയിലേക്ക് മുഴുവൻ സമയവും സഹകരിക്കുവാൻ സന്നദ്ധരായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾ ജനപ്രതിനിധികളും എല്ലാ ആഴ്ചയിലും ഈ രോഗികളുടെ വീടുകളിലെത്തി അവർക്ക് സാന്ത്വനം ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാ വാർഡിലും ഇതിലേക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന മിനിമം 11 പേരെങ്കിലും ഒരു വാർഡിൽ ഈ സർവീസിന് വേണ്ടിയിട്ടുണ്ട്. ഈ രോഗികളിൽ പലരും പകൽ സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പല പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ കൂലിവേലയ്ക്ക് പോകും. മക്കളുടെ മക്കൾ ഒരുപക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉച്ചക്കത്തെ ഭക്ഷണവും അടുത്ത് വെച്ചിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് പല ആളുകളും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ ചെന്ന് മിനിമം 1 മണിക്കൂർ സമയമെങ്കിലും ആ വീട്ടിൽ ചെലവഴിക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ സമയമെങ്കിലും പോയി അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരെ ആദ്യ ദിവസമൊക്കെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ സന്തോഷം കൊണ്ട് കണ്ണുനീര് പൊഴിച്ചിട്ടുള്ള നിരവധി ആളുകളെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പല പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും വാസ്തവത്തിൽ ഞങ്ങൾക്ക് 100% സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. എനിക്കറിയാനുള്ളത്, നിങ്ങൾക്ക് ഇതിന്റെ കണക്കുകൾ വല്ലതും ഉണ്ടോ? എത്ര പേരാണ് പഞ്ചായത്തിൽ ഇങ്ങനെ സഹായം ആവശ്യമുള്ളവർ? 150 രോഗികളെയാണ് പഞ്ചായത്തൊട്ടാകെ ഈ പദ്ധതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ APL BPL വ്യത്യാസം ഞങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടില്ല. പക്ഷേ APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാട്ടർ ബെഡോ വീൽ ചെയറുകളോ ഒന്നും ഞങ്ങൾ നൽകിയിട്ടില്ല. BPL വിഭാഗത്തിൽപ്പെട്ടതും അർഹതയുള്ള ആളുകൾക്കുമാണ് വാട്ടർ ബെഡും വീൽ ചെയർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിന്നിട്ടില്ല. ഇതിൽ പല രോഗികളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലും 1ഉം 2ഉം ഒക്കെ രോഗികൾക്കാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ വാർഡിൽ നിന്ന് തന്നെ സന്നദ്ധരായ ആളുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമേ ഈ രംഗത്തേക്ക്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് തുടങ്ങിയത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ദുരിതാശ്വാസ നിധിയാണ് ഈ രംഗത്തേക്കുള്ള ഒരു ആശയമായിട്ട് ഞങ്ങൾ ആദ്യമേ കടന്നു വന്നത്. ആ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തൊട്ടാകെ ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി പഞ്ചായത്ത് പ്രസിഡന്റിന് ദുരിതാശ്വാസ നിധി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായിട്ട് സ്വീകരിച്ച പണം ഉപയോഗിച്ചാണ് ആ പദ്ധതി നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇത് 2 മേഖലയിൽ നിന്നാണ് ഇതിന് പണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മരുന്നും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് തടസ്സങ്ങളൊന്നും ഒരിക്കലും വരാൻ സാധ്യതയില്ല. പദ്ധതി വിഹിതം കിട്ടുന്നിടത്തോളം കാലം ഈ പദ്ധതി ഭംഗിയായിട്ട് പോയിക്കോളും. 2 വാട്ടർ ബെഡുകളും വീൽ ചെയറുകളും ഭക്ഷണവും വസ്ത്രത്തിനുമാണ് പിന്നെ ഞങ്ങൾ പണം കണ്ടെത്തുന്നത്. അത് പൊതുജനങ്ങളിൽ നിന്നും പരിപൂർണമായും ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ബെഡുകളും വീൽ ചെയറുകളും സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് 1 ദിവസം മാത്രമാണ് മെനക്കെടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ആളുകൾ അതുപോലെ ഈ പദ്ധതി നല്ലതാണെന്നുള്ള തിരിച്ചറിവിലൂടെ ആളുകൾ സഹകരിക്കുവാൻ സന്മനസ്സായിട്ട് രംഗത്ത് വന്നു. നമ്മുടെ ഈ ജനകീയാസൂത്രണ പരിപാടിയും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി വികസന ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റെടുത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ പഞ്ചായത്തൊട്ടാകെ നടപ്പിലാക്കി. അതിന് സ്വാഭാവികമായിട്ട് മെയിൻ്റനൻസുകൾ ആവശ്യം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് പദ്ധതി ഉപയോഗിക്കും. ഞങ്ങൾ വീടില്ലാത്ത എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ EMS ഭവന പദ്ധതിയിൽ 2007 വരെ ഞങ്ങളുടെ പഞ്ചായത്തിൽ കുടിൽ രഹിത പഞ്ചായത്ത് തന്നെയായിട്ട് നിലനിൽക്കുകയായിരുന്നു. ഒരാൾക്ക് പോലും വീടില്ലാത്തവരില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ EMS ഭവന പദ്ധതി പ്രകാരം ആകെപ്പാടെ പഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി അതെ, ഞാൻ വിമർശനപരമായി പറഞ്ഞതല്ല. നമ്മളാണെങ്കിൽ 100% വീട്, 100% വൈദ്യുതി, 100% കുടിവെള്ളം, 100% റോഡ് സൗകര്യം, പിന്നെ ആരോഗ്യരംഗത്ത് സമ്പൂർണ്ണ ശുചിത്വം, ഇതിൽ പറയാത്ത ഭക്ഷ്യധാന്യ പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതും ഇത്രയൊക്കെ ചെയ്തതിൽ അതും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വികസനം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ? ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്തായി കൊഴുവനാൽ പഞ്ചായത്തിനെ മാറ്റുകയാണ് ഞങ്ങൾ മെയിനായിട്ട് വെച്ചിരിക്കുന്ന ലക്ഷ്യം. എക്സലന്റ്. അത് നിങ്ങൾ അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഒത്തിരി ഭൗതിക സൗകര്യങ്ങളുണ്ട്. കൊഴുവനാലാണ്, കോട്ടയം ജില്ലയാണ്.
പാല പ്രദേശമാണ്, സൗകര്യങ്ങളേറെയുണ്ട്.